മണി എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മൂന്നാളാണ് നമുക്ക് ചെയ്യുക അല്ലേ, ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ളതാണ്. വിച്ച് നമ്പർ ആഡഡ് ടു ദ പൊളിനോമിയൽ 3x² - 4x - 1 give a polynomial with x - 1 as a factor. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്, ചെറിയ രണ്ടെണ്ണമാണ്, അതുകൊണ്ടാണ് ഒരുമിച്ച് ചെയ്തേക്കാന്ന് വിചാരിച്ചത്. ഫസ്റ്റ് വൺ, പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പൊളിനോമിയൽ തന്നിട്ടുണ്ട് 3x² - 4x - 1. ഇതാണ് നമ്മുടെ പൊളിനോമിയൽ. വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡ്? ഇതിനോട് എത്ര സംഖ്യ കൂട്ടിയാൽ x - 1 എന്ത് ഫാക്ടർ ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ x - 1 ഫാക്ടർ അല്ല, ഇതിനോട് എത്ര കൂട്ടിയാൽ x - 1 ഫാക്ടർ ആകും. അപ്പൊ ഒന്നുമില്ല, x - 1 അല്ലേ, അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പി ഓഫ് 1 കണ്ടുപിടിക്കണം. അതായത് എക്സിന്റെ സ്ഥാനത്തെല്ലാം 1, ദാറ്റ് ഈസ് 3 × 1² അല്ലേ, -4 × 1, ഇത് -1. 1² എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പൊ 3 × 1 3, 4 × 1 4. ഇവിടുത്തെ സൈൻ എന്താണ്? മൈനസ്. എങ്ങനെയാ? ഇത് മൈനസ് സൈൻ, ഇത് പ്ലസ് സൈൻ. മൈനസ് ഇൻറ്റു പ്ലസ്, മൈനസ് മൈനസ്. ഇനി നോക്കി 3, അത് മാത്രമേ ഉള്ളൂ പോസിറ്റീവ് വാല്യൂ. ഇത് രണ്ട് -4ഉം -1ഉം ആയതുകൊണ്ട് ഞാൻ ഒരുമിച്ച് ചെയ്യുക. 2 -1 ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ -5 അല്ലേ. അപ്പൊ ഇവിടെ പ്ലസും മൈനസും, 3 + 5 മൈനസ്. എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. വലുതാരാണ്? 5 ആണ്, അവരുടെ സൈൻ -2. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത്? -2 ആണ്. -2 ആൻസർ കിട്ടിയെങ്കിൽ നമ്മൾ ഈ പൊളിനോമിയലിനോട് എത്ര ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്? 2. അപ്പൊ എന്ത് എഴുതി വെച്ചാൽ മതി? 2 ഷുഡ് ബി added to 3x² - 4x - 1 to get x - 1 as a factor. ഇത് നിങ്ങൾ എഴുതി വെക്കണം. മനസ്സിലായോ? അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്ത് കിട്ടുമ്പോൾ ഇവിടെ -2 ആണ്. -2 ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അത് 2 എന്നായിരിക്കും എഴുതേണ്ടത്, -2 എന്നല്ല എഴുതേണ്ടത്. കാരണം നമ്മളിവിടെ x - 2 ആണെങ്കിൽ ഇവിടെ ഇവിടെ ആൻസർ -2 ആണെങ്കിൽ നമ്മൾ ഫാക്ടർ എഴുതുമ്പോൾ x + 2 എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. അതുകൊണ്ടാണ് 2 ആഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഇത് ഓർത്താൽ മതി, വേറെ ഒന്നും കൂടുതലായിട്ട് ചിന്തിച്ച് തല പോയിക്കണ്ട. ഇവിടെ ആൻസർ -2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്ര ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ +2, പ്ലസ് ആണെന്ന് എഴുതി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ, റൈറ്റ് ദ പൊളിനോമിയൽ p of x is equal to x² - 4. ഒരു പൊളിനോമിയലാണ് x - 4. ഇതിന്റെ 2 ഫസ്റ്റ് ഡിഗ്രി പൊളിനോമിയൽ എഴുതണം. അപ്പൊ ഇത് വേണം നിങ്ങൾ വിചാരിക്കും, ശരി നമുക്ക് -b ഒക്കെ ഇട്ട് ചെയ്താൽ ചെയ്യാം, നമ്മുടെ ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യാം. പക്ഷെ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ഇത് ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഈ x² ഞാൻ മാറ്റി s² - 2² എഴുതാം. 4 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ ആണല്ലോ, ഇങ്ങനെ എഴുതത്തില്ലേ. അപ്പൊ ഇത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആണ്. ഏതാണ്? a² - b². അതിന് ആൻസർ ഉണ്ട് a + b × a - b അല്ലേ. ഇതായിരിക്കും നമ്മുടെ a, ഇതായിരിക്കും നമ്മുടെ b. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ആൻസർ എഴുതാം? ഈ x² - 2² എന്നുള്ളത് എങ്ങനെ എഴുതാം? x + 2 അല്ലേ, എയും ബിയും, a + b × a - b. ഇതായിരിക്കും ആൻസർ. അപ്പൊ നമ്മുടെ 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഇവർ ചോദിച്ചിരിക്കുന്ന ആൻസർ? എടുത്ത് എഴുതുക. x + 2 and x - 2 are the 2 factors. പെട്ടെന്ന് തന്നെ കിട്ടി. ഇതുപോലൊരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. കാരണം 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ ടൈപ്പ്. പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 1 മാർക്കിന്റെ ആയിരിക്കും. നല്ലത് ചെയ്യണം എല്ലാവരും. ഓക്കെ, താങ്ക് യു.